ഈശ്വരോ ഗുരുരാത്മേഹി മൂർത്തിം ദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബൃഹദാരണ്യകം നൈവേഹ കിഞ്ചന അഗ്രാസി മൃത്യുനൈവേദം ആവൃതമാസി. ഈ ഭാഗമാണ് ചർച്ച ചെയ്തത്. ഇവിടെ നൈവേഹ കിഞ്ചന അഗ്രാസി, അഗ്രേ ഭാഷകാരൻ പറഞ്ഞു പ്രാഗുത്പത്തേഹി, സൃഷ്ടിക്ക് മുമ്പ് കൽപ്പാദിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മൃത്യുനൈവേദം ആവൃതമാസി. അവിടെ ചോദിച്ചു എന്തുകൊണ്ട് എന്തിനാവരണം ചെയ്തു. അവിടെ ആകാശകുസുമം എന്ന് പറയുന്നത് പോലെ കേവല ശൂന്യത. അതിന് ഭാഷകാരൻ പറയും സത് ഭിന്നമായ ശൂന്യത, സത്തിന് നേരെ വിരുദ്ധമായ ശൂന്യത. അതാണ് കേവല ശൂന്യത എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ആശയം കിട്ടണമല്ലോ. ശൂന്യത എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ സത്തിനെ അറിയാം എന്താണ് സത്ത്, സത്തിന്റെ അനുഭവമുണ്ട്. അപ്പോൾ ആ സത്തിന് നേരെ വിരുദ്ധമായത്. അതുകൊണ്ട് പറയും ശൂന്യത എന്ന് പറയുമ്പോൾ സദ്വിലക്ഷണമായ ശൂന്യത. അങ്ങനെയുള്ള ഒരു ശൂന്യത വേണോ? അങ്ങനെ ഒരു ശൂന്യത ആകാൻ വഴിയില്ല. കാരണം ഇവിടെ പറഞ്ഞു മൃത്യുനൈവ ഇതം ആവൃതമാസി. ഒന്ന് ആവരണം ചെയ്തു, മറ്റൊന്നിനെ എന്ന് പറയുന്നു. രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആവരണം ചെയ്യുന്ന ഒന്ന്, ആവരണം ചെയ്യപ്പെടുന്ന ഒന്ന്. അപ്പോൾ ആ സദ്വിലക്ഷണമായ ശൂന്യത എന്താണ് ഉണ്ടായിരുന്നത്? അത് പറഞ്ഞു അത് പ്രപഞ്ച കാരണമാണ്. ഈ ജഗത്തിന് കാരണമായിരിക്കുന്ന എന്തോ അതാണ് ഉണ്ടായിരുന്നു. അവിടെയാണ് ചർച്ച തുടങ്ങുന്നത്. എന്താണ് ജഗത്തിന് കാരണം? അത് സദ്വിലക്ഷണമായ ശൂന്യമാണെന്ന് ശൂന്യവാദികൾ പറയും. സത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒന്ന്. അങ്ങനെ ഒന്ന് സാധ്യതയില്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുന്നു. ശൂന്യതയും അറിയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ശൂന്യതയെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിഞ്ഞാൽ ആ ശൂന്യതയെക്കുറിച്ചുള്ള ഒരു അറിവുണ്ട്. അറിവാണെങ്കിലും അറിവിനെ സംബന്ധിച്ചുള്ള അനുഭവം, ജീവന്റെ അനുഭവം, അത് മാറുന്നതായിട്ടാണ്. ജാഗ്രത സ്വപ്ന രൂപത്തിൽ മാറുന്നു, ജാഗ്രത സ്വപ്നത്തിലും മാറുന്നു. ഇത് മാറിക്കൊണ്ടിരിക്കുന്ന അറിവ്, ക്ഷണിക വിജ്ഞാനം, അതിനെ നിഷേധിച്ചു. പിന്നീട് പ്രധാനമായി വരുന്നതാണ് സത്കാര്യവാദം. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുവരെയാണ് നമ്മൾ എത്തിയത്. സത്ത് സൃഷ്ടിക്ക് മുമ്പ് ഇത് സത്തായിരുന്നു. എന്തുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പ് സത്തെന്ന് പറയുന്നു? കാരണം ജാഗ്രതത്തിലും സത്തിന്റെ അനുഭവമുണ്ട്. സത്തെന്ന് പറഞ്ഞാൽ തന്നെ നിഷേധിക്കാൻ കഴിയാത്തതാണ്. ശൂന്യത എന്ന് പറയുമ്പോൾ സത്തിനെ നിഷേധിക്കുന്നതാണ്. സദ്വിലക്ഷണം എന്ന് പറയുന്നത്.
അങ്ങനൊരു ശൂന്യത സാധ്യമല്ല എന്ന് പറയുമ്പോൾ പിന്നെ ശേഷിക്കുന്നത് നിഷേധിക്കാൻ കഴിയാത്ത സത്ത്. ആ സത്ത് ആണ് സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്നത്. സത്തിൽ നിന്നാണ് സൃഷ്ടി. അപ്പോൾ സൃഷ്ടിയിൽ പിന്നീട് കൂടുതലായിട്ട് എന്താണ് ഉണ്ടായത്? സത്തല്ലാതെ. അതിന് പറയുന്നു സത്ത് തന്നെയാണ് സൃഷ്ടിയിൽ. സത്തിൽ നിന്ന് അതിരിക്തമായി അധികമായി സൃഷ്ടിയിലൊന്നും സംഭവിച്ചിട്ടില്ല. ആ സൃഷ്ടിക്ക് ശേഷവും സൃഷ്ടിക്ക് മുമ്പും ഏകമായ സത്ത് തന്നെ. അതിന് ഉദാഹരണമായിട്ടാണ് മണ്ണിന്റെയും മൺപാത്രത്തിന്റെയും ചർച്ച. മണ്ണിൽ നിന്ന് മൺപാത്രം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് മണ്ണ് തന്നെ. സത്തിൽ നിന്ന് ജഗത്ത് രൂപപ്പെട്ടാൽ അത് സത്ത് തന്നെ. അപ്പോ ഇത്രയും അറിയുന്നുണ്ട് എന്താ പ്രയോജനം? ആധ്യാത്മികമായ എന്താ പ്രയോജനം? സത്താണ് ജാഗ്രത സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം പ്രപഞ്ചത്തിലെ എല്ലാ അനുഭവങ്ങളും സത്തിനോട് ചേർന്നാണ്, സദാത്മകമായിട്ടാണ്. സർവവും സത്ത് എന്നുള്ള അനുഭവം സർവ്വസാധാരണമാണ്. സാമാന്യമായി തന്നെ മനസ്സിലാക്കാം. അങ്ങനെ ഒരു അറിവുകൊണ്ട് എന്താ പ്രയോജനം? സത്തിന്റെ സാക്ഷാത്കാരം കൊണ്ട് വിശേഷിച്ചെന്താ നേടുന്നത്? ഇവിടെ ആധ്യാത്മികമായി പറയുമ്പോൾ ബന്ധം, മോക്ഷം, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. സംസാരം അല്ലെങ്കിൽ ജന്മം, മരണം, ഇതെല്ലാം ബന്ധനമാണ്. ഇതിൽ നിന്നുള്ള മോചനമാണ്. അതിന് സാധനങ്ങൾ ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ഇവിടെ സത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? സത്തിന്റെ ജ്ഞാനം അത് എങ്ങനെ, മോചനത്തിനെങ്ങനെ അത് ഉപകരിക്കും? അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ സത്കാര്യവാദത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നത്. പിന്നെ ശ്രുതി, യുക്തി, അനുഭവം, ഈ മൂന്നിനെയും ആധാരപ്പെടുത്തിയിട്ടാണ് ബന്ധമോക്ഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. മൂന്നിനും തുല്യമായ സ്ഥാനമുണ്ട്, ശ്രുതിക്കും യുക്തിക്കും അനുഭവത്തിനും. ഇനി വരുന്ന ഭാഗത്തിൽ ഭാഷ്യകാരൻ പറയും, ദൃഷ്ടേ അനുപന്നം നാമ. മീമാംസകരുടെ ഒരു ന്യായമാണ്. ഒരു കാര്യം അനുഭവത്തിലൂടെ പ്രമാണമെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്തിനാ യുക്തി അന്വേഷിക്കുന്നു? യുക്തി അന്വേഷിക്കേണ്ട കാര്യമില്ല. അനുഭവത്തിലൂടെ അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പറയും അനുഭവമാണ് മുഖ്യം എന്ന് പറയും. പക്ഷെ അതും എപ്പോഴും സ്വീകരിക്കാം. കാരണം ആകാശ നീലിമ അനുഭവമാണ്. അത് സർവ്വസാധാരണമായ അനുഭവമാണ്. പക്ഷെ യുക്തി കൊണ്ട് പരിശോധിക്കുമ്പോൾ ആകാശത്തിന്റെ നിറം നീലം അല്ലാന്ന് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് അനുഭവസിദ്ധമായ ഒരു കാര്യവും ചിലപ്പോൾ യുക്തി കൊണ്ട് പരിശോധിക്കേണ്ടി വരും. മരുമരീചിക അനുഭവസിദ്ധമായ കാര്യമാണ്, പ്രത്യക്ഷമായി അനുഭവമാണ്. പക്ഷെ യുക്തി കൊണ്ട് പരിശോധിക്കുമ്പോൾ അവിടെ ജലമില്ലെന്ന് ബോധ്യപ്പെടുന്നു, അനുഭവത്തിൽ ബോധ്യപ്പെടുന്നില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അനുഭവം കൊണ്ട് ഒരു കാര്യം സിദ്ധമായാലും അവിടെ യുക്തി ഉപയോഗിക്കേണ്ടി വരും. അതേ സ്ഥലത്താണ് എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? കാരണം അനുഭവം രണ്ടു തരത്തിലുണ്ട്, യഥാർത്ഥവും അയഥാർത്ഥവും. ഒരനുഭവം
അത് യഥാർത്ഥമാണോ അയഥാർത്ഥമാണോ എന്ന് തിരിച്ചറിയുന്നതിന് ചിലപ്പോൾ യുക്തിയുടെ സഹായം വേണ്ടി വരും. അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അനുഭവമായതുകൊണ്ട് അത് സത്യമായിക്കൊള്ളണമെന്നില്ല. അതിനല്ലേ രജ്ജുസർപ്പ ദൃഷ്ടാന്തവും മറ്റും പറയുന്നത്. ശക്തികാരജതം രജ്ജുസർപ്പമല്ല. അവിടെയെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ സത്യമല്ല. ഇപ്പം അനുഭവമാണ്, അതുകൊണ്ട് സത്യം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വിശേഷിച്ചും തത്വചിന്തയിൽ അനുഭവത്തിനും യുക്തിയെ പ്രയോഗിക്കേണ്ടി വരും. യുക്തി അതാണ് ഇവിടുത്തെ മനനം. ഇവിടെ യുക്തിയെ അദ്വൈതത്തിന് യുക്തിയെ മനനമെന്ന് പറയും. അതുകൊണ്ട് മനനം ഒഴിവാക്കാൻ കഴിയില്ല. ഒരാൾക്കൊരിക്കലും ഇതെന്റെ അനുഭവമാണ്, ഞാനിത് സത്യമായി അനുഭവിക്കുന്നു, ഞാനിത് സത്യമായി അനുഭവിക്കുന്നുകൊണ്ട് എന്റെ അനുഭവത്തെ ഇനി അംഗീകരിക്കണമെന്ന് പറയാൻ കഴിയില്ല. കാരണം ആളുടെ അത് ഭ്രമമാണെങ്കിൽ, ഒരാളുടെ അനുഭവം ഭ്രമമാണെങ്കിൽ ഭ്രമത്തെ അനുഭവിക്കുമ്പോൾ സത്യമായിട്ട് അനുഭവിക്കും. സ്വപ്നത്തെ അനുഭവിക്കുന്നവന് സത്യമായിട്ട് അനുഭവിക്കും. പക്ഷെ അത് ജാഗ്രത സത്യം പോലെ അല്ല എന്ന് പിന്നീട് ജാഗ്രതത്തിൽ മനസ്സിലാക്കും. അതുകൊണ്ട് അനുഭവത്തെ ഇവിടെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ കഴിയില്ല. സ്വാനുഭവമാണ്, സത്യസാക്ഷാത്കാരമാണ് എന്നൊന്നും ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം അത് സ്വീകരിക്കാൻ പറ്റില്ല. ഇവിടെ തന്റെ മനനത്തിന് അതിനെ വിധേയമാക്കണം. ആരുടെ? ശ്രോതാവിന്റെ മനനത്തിൽ. അതുകൊണ്ട് തന്നെ വക്താവ് എന്ത് ചെയ്യുന്നു? തന്റെ അനുഭവത്തെ യുക്തിയിലൂടെ വിശദീകരിക്കുന്നു. അപ്പോൾ അത് ശ്രോതാക്കളുടെ യുക്തിക്ക് യോജിക്കുന്ന രീതി. അതുകൊണ്ട് കേവലം അനുഭവം എന്ന് പറയുന്നതിന് യുക്തിയെ വിട്ടിട്ടൊരു പ്രാമാണ്യം ഇല്ല. യുക്തിയും അതിനോട് ചേർന്നാലും ശരിയാവും. കാരണം അനുഭവം അയഥാർത്ഥമായി സംഭവിക്കാം. അത് അദ്വൈതത്തിലെ മുഖ്യമായൊരു വിഷയമാണ്. അനുഭവങ്ങൾ മനുഷ്യനെ ഭ്രമത്തിലും എത്തിക്കാം. അതുകൊണ്ട് ഇവിടെ മനനത്തെ ആശ്രയിക്കുന്നു. കാരണം സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളിൽ ഇത്രയും വലിയ ചർച്ചകൾ, ശൂന്യവാദം, ക്ഷണികവാദം, സത്താരിവാദം, ആരംഭവാദം, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇതും ആത്മസാക്ഷാത്കാരമായിട്ട് എന്താ ബന്ധം? ആത്മസാക്ഷാത്കാരത്തിന് ഇതാണ് പരമാർത്ഥ തത്വം എന്ന് പറഞ്ഞ് നമ്മളതിനെ ധ്യാനിച്ചാൽ പോലെ. ചിന്തിക്കുന്ന എന്തിന് എന്ന് പലരും സംശയിക്കും. ഇവിടെ അത് ഒഴിവാക്കാൻ കഴിയില്ല. ചിന്തിക്കാത്ത ഒരു സാക്ഷാത്കാരം ഇവിടെ ഇല്ല. ചിന്തിച്ചാലേ ഉള്ളൂ. കാരണം അനുഭവത്തിൽ ഇങ്ങനെ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ഭ്രാന്തി, ഭ്രമം എന്ന് പറയുന്ന ഒരനുഭവം, ഒരു അപകടമുണ്ട്. അതിനെ തിരിച്ചറിയണമെങ്കിൽ ഈ ന്യായ ചർച്ച, മനനം അത് കൂടിയേ തീരും. അത് ഏതുവരെ? ഈ വികല്പങ്ങൾ ഒഴിയുന്നതുവരെ മനനത്തിന്റെ സഹായം കൂടിയേ തീരും. ഓരോ അനുഭവത്തെ ഇവിടെ പരിശോധിക്കും. അത് ശരിയാകാമോ? ജാഗ്രത് അനുഭവം, സ്വപ്ന അനുഭവം, ഈ അനുഭവങ്ങളെല്ലാം പരിശോധിച്ചിട്ട് അതിനെ നിഷേധിക്കേണ്ടതിനും നിഷേധിക്കണം. അത് യുക്തി കൂടാതെ സാധ്യമല്ല. പക്ഷെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ സത്കാര്യവാദം. അതാണിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് നമ്മളെ നയിക്കുന്നത് സദനുഭവത്തിലേക്കാണ്. ചുരുക്കം ഇതാണ്: സത്തിൽ നിന്ന് എല്ലാം ഉണ്ടായി. സത്കാര്യം, സത്തിൽ നിന്ന് എല്ലാ കാര്യവും ഉണ്ടായി, പ്രപഞ്ചം ഉൾപ്പെടെയുണ്ട്.
കാര്യമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ ഒരു ജീവൻ അനുഭവിക്കുന്നതല്ല, അതെല്ലാം സത്തിൽ നിന്നും ഉണ്ടായി. അതുകൊണ്ട് എന്താ, അങ്ങനെ ഉണ്ടായിരിക്കുന്ന എല്ലാം സത്ത് തന്നെ. രണ്ടാമത് ഈ രണ്ട് കാര്യങ്ങളാണ് സത്കാര്യവാദത്തിൽ സമർത്ഥിക്കുന്നത്. സത്തിൽ നിന്നുണ്ടായതെല്ലാം സത്ത് തന്നെ. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. സത്തിൽ നിന്ന് സദനുഭവം സാമാന്യ ബുദ്ധിക്ക് തന്നെ എല്ലാവർക്കും പിടികിട്ടുന്ന കാര്യമാണ്. ഇതൊക്കെ സത്താണ്, ഉണ്മയാണ്, ഉണ്മയുടെ അനുഭവമാണ് ഈ ജാഗ്രത അനുഭവം. ഇതിനെന്താ കൂടുതൽ മനസ്സിലാക്കാൻ? അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ആത്മജ്ഞാനം എന്ന് പറയുന്നു. ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് അഭ്യാസങ്ങളും തപസ്സുകളും എല്ലാം ചെയ്യുന്നു. പിന്നെ ഇത് കേവലം സത്താണ്, സത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വളരെ ലളിതമാക്കുകയില്ല. ഇത്രയുള്ളെങ്കിൽ പിന്നെ മറ്റ് ഒന്നിന്റെ ആവശ്യമുണ്ടല്ലോ, ഈ പറയുന്ന സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇത്രയും കാലം ചെയ്ത തപസ്സെല്ലാം അതിൻ്റെയൊക്കെ പ്രയോജനം എന്ന് തോന്നുന്നു. ധ്യാനിച്ചിട്ടെന്താ പ്രയോജനം? സമാധി ഇതെത്താതെ ഇങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരും. കേവലം സദനുഭവം എന്ന് പറഞ്ഞു. സദാനുഭവമാണെങ്കിൽ പിന്നീട് ഇനി അടുത്തൊന്നും ചെയ്യാനില്ലല്ലോ, അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. സത്തിൽ നിന്നുണ്ടായി, ഉണ്ടായതെല്ലാം സത്ത് തന്നെ. സത്ത് അല്ലെങ്കിൽ ഉണ്മ, അതിന്റെ അനുഭവമുണ്ട്. ഇവിടെയെല്ലാം അവസാനിച്ചു. പക്ഷെ ഇവിടെ പറയുന്നു അതല്ല, ഇവിടെ സദനുഭവമല്ല. ഇവിടെ വിഷയമായിരിക്കുന്ന എന്താണ്? അനൃതാനുഭവമാണ്. സത് അനൃതത്തോട് കൂടി അനുഭവപ്പെടുന്നു, അതാണ് ഇവിടുത്തെ വിഷയം. ഇതാണ് സംസാരം എന്ന് പറയുന്നത്, ഇതാണ് ബന്ധനം എന്ന് പറയുന്നത്. സത്താണ് പരമാർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഗ്രഹിക്കാം. അത് നമ്മൾ ഉപദേശത്തിലൂടെ ഗ്രഹിക്കുന്നു, സഹജമായും ഗ്രഹിക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെയും ഗ്രഹിക്കുന്നു. സത് അസ്ഥി അസ്ഥി എന്നുള്ള അനുഭവം ജാഗ്രതയിലുടനീളം നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം കലർന്നു വരുന്ന അനൃതാനുഭവം, അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. സത്യ അനൃതയോർ മിഥുനീകരണം എന്ന് പറഞ്ഞു കൂടിക്കലർന്ന് അനുഭവിക്കുന്നു. സത്തിന്റെയും അസത്തിന്റെയും അനുഭവം ഇടകലർന്നിരിക്കുന്നു. അതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നു. അനൃത അനുഭവത്തെ തിരസ്കരിക്കാൻ കഴിയുന്നില്ല. സത്തനുഭവം അത് സ്വയം സിദ്ധമാണ്, സ്വതസിദ്ധമാണ്, സ്വയം പ്രകാശമാണെന്ന് പറയും. ഭാഷ്യകാരൻ പറയും അനൃത തിരസ്കരണമായ. സ്വതസിദ്ധമായ അനുഭവത്തിൽ നമുക്കൊന്ന് കൂട്ടിച്ചേർക്കാൻ വയ്യ. അതുകൊണ്ടല്ലേ ഇതിനെ സ്വയം പ്രകാശം എന്ന് പറയുന്നു. സത്തിന്റെ സ്ഫുരണം അത് നിരപേക്ഷമായാണ് തന്നിലും ബാഹ്യമായും എല്ലാം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. ജീവൻ സ്വയം സത്താരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ആ ജീവന്റെ അനുഭവമായിരിക്കുന്ന സർവവും സത്താരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് സ്വയം പ്രകാശം എന്ന് പറയും. ഇത് മറ്റൊന്നിനും അപേക്ഷിക്കുന്നില്ല. പക്ഷേ ഇവിടെ അനൃത താതാത്മ്യം അനുഭവപ്പെടുന്നു, ജഡ താതാത്മ്യം അനുഭവപ്പെടുന്നു. ഇതിനാണ് പറയുന്നത് ചിജ്ജഡഗ്രന്ഥി. സത്യാനൃതയോർ മിഥുനീകൃത്യ എന്നെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞു. സ്വയം സിദ്ധമായ സദനുഭവത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ അനൃത അനുഭവങ്ങൾ, ആ അനൃതാനുഭവം ഈ സദനുഭവത്തെ മറയ്ക്കാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
മറയ്ക്കാനതിന് കഴിയത്തില്ല, പക്ഷെ അത് മറയുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണല്ലോ ഇത് സ്വയം പ്രകാശിക്കുന്നതാണെങ്കിലും സത്ത. ജീവന്മാരെല്ലാം അജ്ഞാനികളായിരിക്കുന്നു. ജീവന്മാരെല്ലാം സ്വയം ജ്ഞാനസ്വരൂപമാണെങ്കിലും ജീവന്മാരെല്ലാം അജ്ഞാനികളായിരിക്കുന്നു. ഓരോ ജീവനും സ്വയം ആനന്ദസ്വരൂപമാണെങ്കിലും ആ ജീവന്മാരെല്ലാം ദുഃഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം ഈ അനൃതാനുഭവമാണ്. ആ അനൃതാനുഭവത്തെ തിരസ്കരിക്കുന്നതിനാണ് മനനത്തിന്റെ ആവശ്യം വരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ച ഉപയോഗപ്പെടുന്നത്. മറിച്ചൊരു സത്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടല്ല. അവാങ് മനോഗോചരം, വാക്കിനും മനസ്സിനും വിഷയമില്ലാതിരിക്കുന്ന സത്യത്തെ, അതിന്റെ ഒരു അനുഭവം, അതിന്റെ ഒരു സാക്ഷാത്കാരം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതി അത് സംഭവിക്കില്ല. അത് നമ്മൾ ചർച്ച കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അനൃത തിരസ്കാരം അത് സംഭവിക്കും. അനൃത തിരസ്കാരത്തിന് നമ്മൾ പറയുന്നത് ഈ സത്തിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിപര്യങ്ങളുടെ നിരാസം. ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയും. അത് പറയും, വെളിച്ചം കൊണ്ട് അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് പോലെ ഈ മനനം കൊണ്ട്, വിചാരം കൊണ്ട് ഈ ദോഷങ്ങളെ നിരാകരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ സത്കാര്യവാദം പോലുള്ള ചർച്ചകൾ ഇതിൽ കടന്നു വരുന്നത്. കേവലം ഇത് സത്താണ്, നീ അതാണ് എന്ന് പറയുന്നതുകൊണ്ട് മാത്രം ഈ അനൃത തിരസ്കാരം സംഭവിക്കില്ല. അങ്ങനെ കേൾക്കുമ്പോൾ നീ സത്താണ്, അതല്ലേ ഉപദേശിച്ചു, തത്വമസി, നീ സത്താണ്, അത് പരമാർത്ഥമാണ് ഉപദേശം, അതിനപ്പുറം മറ്റൊരു ഉപദേശമില്ല. പക്ഷെ അങ്ങനെ ഒരു ഉപദേശം കേൾക്കുമ്പോൾ തന്നെ മനസ്സ് അത്തരൊരു ഉപദേശത്തെ സ്വീകരിക്കുമ്പോൾ തന്നെ ഉടൻ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാണ്. അതെങ്ങനെ സംഭവിക്കും? ഉടൻ അതിനെ കടന്നു വരുന്നത് അജ്ഞാനാദി ദോഷങ്ങളാണ്. വെളിച്ചത്തോടൊപ്പം ഇരുട്ട് വരുന്നു എന്ന് പറയുന്ന പോലെ ആ ഉപദേശത്തോടൊപ്പം മനസ്സിൽ കടന്നു വരികയാണ് അജ്ഞാന വിപര്യങ്ങൾ. അത് മാറ്റുന്നതിനെന്താ? അത് മാറ്റുന്നതിന് വിചാരമല്ലാതെ മറ്റൊരു ഉപായം ഇല്ലെന്നാണ് അദ്വൈതി പറയുന്നത്. വിചാരം കൊണ്ട് അതിനെ തെളിയിച്ചെടുക്കും. ഭാഷ്യകാരൻ തന്നെ ഉദാഹരണം പറയും. എങ്ങനെയാണോ സ്വർണത്തെ ഉലയിൽ വെച്ച് ഊതി അതിന്റെ മാലിന്യങ്ങളെ മാറ്റും, അത് തനി സ്വർണമായിട്ട് പ്രകാശിക്കുന്ന അതുപോലെ ഈ മനസ്സിന്റെ മാലിന്യങ്ങളെ വിചാരം കൊണ്ട് മാറ്റി. വിചാരം എപ്പോഴും ദൃഷ്ടാന്തത്തെ ആശ്രയിക്കുന്നു, ഉദാഹരണങ്ങളെ ആശ്രയിക്കുന്നു. കാരണം കേവലമായ സത്ത് ഇതിനെയും വിചാരത്തിന് വിഷയമാക്കാൻ കഴിയില്ല. മനസ്സിന് വിഷയമല്ലാത്തെങ്ങനെ വിചാരത്തിന് വിഷയമാക്കും? അപ്പം അതിനും അവലംബങ്ങൾ, ആശ്രയങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൃഷ്ടാന്തങ്ങൾ എടുക്കുന്നത്. അതിന് ഇവിടെ മൃദ്ദൃഷ്ടാന്തത്തെ സ്വീകരിച്ചു. നേരിട്ട് സത്തിനെ വിചാരത്തിന് വിഷയമാക്കാൻ കഴിയാത്തതുകൊണ്ട് മണ്ണും കൊടുവും. ചോദിക്കും, എന്തിനാ ഈ അദ്വൈതം എപ്പോഴും മണ്ണും കൊടുവും പറയുന്നു? എന്തിനാ ഈ രജ്ജു സർപ്പവും പറയുന്നു? വേറൊന്നും പറയാനില്ല. ഇത് പറഞ്ഞിട്ടാണോ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നത് ചോദിക്കും.
കാരണം ഇവിടെ മുഖ്യമായും ആ സത്തിനെ തന്നെയാണ് വിചാരത്തിന് വിഷയമാക്കുന്നത്. പക്ഷെ സത്തിനെ നേരിട്ട് വിചാര വിഷയമാക്കാൻ കഴിയില്ല. അത് നിരപേക്ഷമാണ്, സ്വതസിദ്ധമാണ്. അതിനെങ്ങനെ ബുദ്ധിക്ക് വിഷയമാണ്? അതിന് ദൃഷ്ടാന്തത്തെ ആശ്രയിക്കും. പറയുന്നു മണ്ണും പാത്രവും അതിലേക്ക് തന്നെ വരും. സ്വർണവും ആഭരണവും ഇത്തരം. അപ്പോൾ അത് തുടങ്ങുന്നത് സൃഷ്ടിയിൽ നിന്ന് തുടങ്ങും. അവിടെയാണ് ഇതിനെ മനസ്സിലാക്കാൻ എളുപ്പം. കാരണം ആരും ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ അനുഭവത്തിൽ, ഈ ജാഗ്രത അനുഭവത്തിൽ അനുസ്യൂതമായിരിക്കുന്നത് സദനുഭവമാണ്. ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. സദനുഭവം എന്ന് പറയുന്നു അസ്തിത്വാനുഭവം എന്ന് പറയുന്നിടത്ത് അസ്തിത്വത്തെയും അനുഭവത്തെയും വേർതിരിക്കാൻ പറ്റും. അസ്തിത്വം തന്നെ അനുഭവം, അനുഭവം തന്നെ അസ്തിത്വം. അതിനെ വേർതിരിക്കാൻ കഴിയില്ല, രണ്ടാക്കാൻ കഴിയില്ല. അനുഭവം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സത്തെന്ന് പറയും, ചിത്തെന്ന് പറയുന്നു. അനുഭവം എന്നുള്ളതിലേക്ക്, അസ്തിത്വം എന്നുള്ളതിലേക്ക് അതിനെ സത്തെന്ന് പറയുന്നു. ഇത് വേർതിരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ചേർത്ത് പറയും സച്ചിത്. അതിന്റെ ഐക്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് വേറൊരു ഭാഷയിൽ ജീവപര ഏകത്വം എന്നും മറ്റും പറയുന്നത്. കാരണം എപ്പോഴും ചിദനുഭവം എന്ന് പറയുന്നത് ആത്മനിഷ്ഠമാണ്, തന്നിലാണ്. ബോധം പ്രകാശിക്കുന്നത് തന്നിലാണ്. അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് താൻ തന്നെയാണ്. പക്ഷെ ആ ബോധ അനുഭവം തന്നിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് പ്രപഞ്ചത്തിൽ ആസകലം വ്യാപിക്കുകയാണ് ബാഹ്യമായി. എന്നുവെച്ചാൽ നാമരൂപാത്മകമായ അനുഭവത്തിൽ സർവത്ര അത് വ്യാപിക്കുന്നു. അപ്പോൾ തന്നിൽ നിന്ന് പുറത്തേക്ക് നാമരൂപാത്മകമായി നമ്മളിതിനെ പ്രപഞ്ചമെന്ന് വിളിക്കുന്നു. വളരെ വിസ്താരമായത്, വളരെ വലുതായത് എന്നുള്ള അർത്ഥത്തിലാണ് പ്രപഞ്ചമെന്ന് പറയുന്നത്. നാമരൂപാത്മകമായ പ്രപഞ്ചത്തിൽ അത് സദ്രൂപത്തിൽ അനുഭവപ്പെടുന്നു. കേവലമായി തന്നിൽ അത് ചിദ്രൂപത്തിലും, നാമരൂപാത്മകമായ പ്രപഞ്ചത്തിൽ അത് സദ്രൂപത്തിലും അനുഭവപ്പെടുന്നു. ഇതിനെ ബാഹ്യമായത് ചിത്താണ്, ആന്തരികമായത്, ബാഹ്യമായത് സത്താണ്, ആന്തരികമായ ചിത്താണ് എന്നിങ്ങനെ വേർതിരിക്കാൻ കഴിയും. സർവത്രയുള്ള സദനുഭവം, അത് സൂര്യനിൽ പോയാലും ചന്ദ്രനിൽ പോയാലും ആ സർവത്രയുള്ള സത്ത്, അതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? അത് അനുഭവം എന്നാണ്. സത്തിനെ കുറിച്ചുള്ള അനുഭവം. അവിടെ വേർതിരിച്ചു നോക്കുക, ഇത് സത്താണ്, ഇത് അനുഭവമാണ്. അത് വേർതിരിക്കാൻ കഴിയും. പ്രകാശത്തെയും ഉഷ്ണത്തെയും വേർതിരിക്കാൻ ശ്രമിക്കും പോലെയാണ്. അത് വേർതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ജീവനിൽ ആത്മനിഷ്ഠമായി അത് ചിത്തായി പ്രകാശിക്കുന്നു. ആ ജീവൻ തന്നെ ബഹിർമുഖമായി പ്രപഞ്ചാനുഭവത്തിൽ അത് സർവത്ര സത്തായി. എന്നാൽ ഇത് വേർതിരിക്കാനും ഇപ്പൊ സത്ത് ചിത്ത് എന്നിങ്ങനെ രണ്ടായിട്ട് വേർതിരിക്കാൻ മതി. പക്ഷെ ആ സദനുഭവത്തെ, അല്ലെങ്കിൽ അതിനെ തന്നെ പറയാം ചിദാനുഭവം. ഇവിടെ അടുത്ത് ചർച്ച ചെയ്യും. ചിദാനുഭവം എന്ന് പറയുന്നത് രാഹുവിന്റെ ശിരസ് എന്ന് പറയും പോലെയാണ്. സദനുഭവം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ശിരസിനെയാണ് രാഹു എന്ന് പറയുന്നത്. എന്നാലും നമ്മൾ പറയും എന്താണ് രാഹുവിന്റെ ശിരസ്. രാഹുവിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ രാഹു വേറെ, ശിരസ് വേറെ ഉണ്ടോ? ഗുണപ്രയോഗമാണ്.
ആ ശിരസ്സിനെയാണ് രാഹു എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും പറയും രാഹുവിന്റെ ശിരസ്. എവിടെ രാഹുവിന്റെ ശിരസ്? ശിരസാണല്ലോ രാഹു. പക്ഷെ അതങ്ങനെ പറയാൻ കഴിയും. അതുപോലെയാണ് സത് അനുഭവം എന്ന് പറയുന്നത്. ഈ സത്ത് തന്നെയാണ് അനുഭവം, അനുഭവം തന്നെയാണ് സത്ത്. രണ്ടും വേർതിരിക്കാൻ വയ്യ. സദാത്മാ, സദാത്മികത്വം ഭാഷ്യകാരൻ അവിടെയൊന്നും വേർതിരിക്കാൻ വയ്യ. പക്ഷെ വ്യവഹരിക്കുമ്പോൾ ഭാഷ്യകാരനിവിടെ പറയും, ഒന്ന് അനുഭവദൃഷ്ടിയിലൂടെ, മറ്റൊന്ന് യുക്തിദൃഷ്ടിയിലൂടെ. അനുഭവദൃഷ്ടിയിലൂടെയാണെങ്കിൽ വേർതിരിക്കാൻ വയ്യ. അങ്ങനെ പറയുന്നതിന് അസംബന്ധമാണെന്നാണ് സദനുഭവം. സത്ത് അനുഭവം വേറെ ആണെങ്കിലേ സത്തിന്റെ അനുഭവം എന്ന് പറയാൻ പറ്റും. ഇതൊന്നല്ലേ. പക്ഷെ അത് അനുഭവദൃഷ്ടിയിൽ വേർതിരിക്കാൻ വയ്യ. പക്ഷെ യുക്തിദൃഷ്ടിയിൽ വേർതിരിക്കാം. യുക്തിദൃഷ്ടിയിൽ എന്തുകൊണ്ട് വേർതിരിക്കാൻ പറ്റുന്നു? കാരണം അനുഭവം ഒന്ന് ആത്മനിഷ്ഠമായി, തന്നെക്കുറിച്ചുള്ള അനുഭവം, ഞാൻ എന്നെ അറിയും. മറ്റൊന്ന് ബാഹ്യമായ പ്രപഞ്ചനിഷ്ഠമായ അനുഭവം, ലോകത്തെ അറിയുന്നു. അപ്പൊ ലോകത്തെ അറിയുന്നിടത്ത് ആണ് ഈ സദാനുഭവം സ്പഷ്ടമാകുന്നു. കാരണം സർവത്ര ആ സത്തയുടെ അനുസ്യൂതത സർവത്ര അനുഭവിക്കുന്നു. ഇന്നലെ, ഇന്ന്, നാളെ, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇങ്ങനെ കാലദേശങ്ങളിലൂടെ സർവത്ര സത്തിന്റെ സ്ഫുരണമാണ്. ആ സത്തിന്റെ സ്ഫുരണം എന്ന് പറയുന്നത് തന്നെയാണ് സത് അനുഭവം എന്ന് പറയുന്നത്. വേർതിരിക്കാൻ വയ്യെങ്കിലും അങ്ങനെ പറയേണ്ടി വരും. ആ സദനുഭവത്തെ നിരപേക്ഷമായി ചർച്ച ചെയ്യാൻ കഴിയില്ല. ഇതാണ് സത്ത്, ഇതിനെ നിങ്ങൾ ഗ്രഹിക്കുക, ഇതാണ് പരമാർത്ഥം എന്ന് നേരിട്ട് നിർദ്ദേശിക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെ യുക്തിയെ ആശ്രയിക്കുന്നു, ദൃഷ്ടാന്തത്തെ ആശ്രയിക്കുന്നു. അതിനാണ് മണ്ണും പാത്രവും. ആ സത്ത് ഒരിടത്ത് ഒളിഞ്ഞിരിക്കുന്നില്ല, അതിന് മറയാൻ കഴിയില്ല. പക്ഷെ മറയുന്നത് എന്താണ്? ആ സ്ഫുരണം, സത്തിന്റെ സ്ഫുരണം, അതും മറയുന്നുണ്ട്. ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ നാമരൂപാത്മകമായ അനുഭവമുള്ളപ്പോൾ, അതായത് ഈ അനൃതാനുഭവം ഉള്ളപ്പോൾ, ഈ അനൃതാനുഭവത്തിൽ സത്ത് മറഞ്ഞു പോകുന്നു. അതുകൊണ്ടല്ലേ ഇത് പ്രതിബോധവിദിതമായി ഇരുന്നിട്ടും ആരും ഇത് സത്താണ്, ഇത് പരമാർത്ഥമാണെന്ന് അറിയുന്നില്ല. ജീവന്റെ അനുഭവത്തിൽ നാമരൂപാനുഭവമേ ഉള്ളൂ, സദനുഭവം അതതിലും മറഞ്ഞു പോകുന്നു. സദനൃത മിഥുനീകരണം കൊണ്ട് അനൃതാനുഭവം മാത്രം ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു. നമ്മൾ പുസ്തകത്തെ അറിയുന്നു. പുസ്തകത്തെ അറിയുന്നത് പുസ്തകമായിട്ടാണ്, വായിക്കാനുള്ള അർത്ഥക്രിയാകാരിത്വം എന്ന് പറയും. നമുക്ക് ഉപയോഗിക്കത്തക്ക ഒരു വസ്തുവായിട്ട് അറിയും. പക്ഷെ ഇതിനെ സത്തായിട്ട് അറിയുന്നുണ്ടോ? ഇല്ല. ചിന്തിച്ചാൽ മനസ്സിലാകും, ഇതിന്റെ അസ്തിത്വത്തെയാണ് ഞാൻ അറിയുന്നത്, ഇതുണ്ട്, ഇത് വ്യവഹാരയോഗ്യമാണ് എന്നെല്ലാം പറയുമ്പോൾ ഞാൻ ഇതിന്റെ അസ്തിത്വത്തെയാണ് അറിയുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പറയും. അങ്ങനെ ചിന്തിക്കാത്തവർ പറയുന്നതാണ്, ഇതെന്റെ മുമ്പിലെ വസ്തു, എന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന വസ്തു, എനിക്ക് ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ പറ്റിയ വസ്തു, എനിക്ക് വ്യവഹാരയോഗ്യമായ വസ്തു. ഇതാണ് അനൃതാനുഭവം. സത്യാനൃതങ്ങളുടെ മിഥുനീകരണം എന്ന് പറയുന്ന ഇതാണ്. ഇവിടെ മുമ്പ് പറഞ്ഞല്ലോ, എന്തിന് വിചാരം ആവശ്യമായിട്ട് വന്നു? ഇത് വേർതിരിക്കാൻ വേണ്ടി. എന്താണ്? ഇത് സത്തയിൽ നടക്കുന്ന വ്യവഹാരമാണ്. നാമരൂപാത്മകമായ അനുഭവം, ഈ അർത്ഥക്രിയാകാരിത്വം, ഈ വ്യവഹാരക്ഷമത എല്ലാം സത്തയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ സത്ത സർവവസ്തുക്കളിലും
വ്യവഹാരക്ഷമതയെ കൊടുക്കുന്നതാണ്. സർവവസ്തുക്കളും നമുക്ക് വ്യവഹാരയോഗ്യമായിരിക്കുന്നത്, ഇന്ദ്രിയഗ്രാഹ്യമായിരിക്കുന്നത്, മനന വിഷയമായിരിക്കുന്നത് ഈ സത്തയെ അവലംബിക്കുന്നതുകൊണ്ടാണ്, ഈ സത്തയിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ വ്യവഹാരം മൊത്തത്തിൽ എന്താണ്? നമ്മുടെ മുമ്പിരിക്കുന്ന വസ്തുവിനെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, ഉപയോഗിക്കുന്നു. അതിനെ തുടർന്നുള്ള സുഖ അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നു. ഇതെല്ലാം ആകെ മൊത്തത്തിൽ എന്താണ്? ഇത് കേവലം ആ സത്തയുടെ പ്രകാശമാണ്. അതിനാണ് സത്തയുടെ സ്ഫുരണമെന്ന് പറയുന്നു. അവിടെ ഈ സത്യാനൃതങ്ങളുടെ ഒരു കലർപ്പ്, ആ കലർപ്പാണ് നമ്മൾ വ്യവഹാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജാഗ്രത വ്യവഹാരപ്രധാനമായിരിക്കുന്നതെന്ന് പറയുന്നത്. ജാഗ്രതയിലെ ഈ സത്യാനൃതങ്ങളുടെ കൂടിക്കലരൽ, അതാണ് നമ്മളുടെ ഈ അനുഭവങ്ങളെന്ന് പറയുന്നത്. എല്ലാം അതാണ്. അത് നമ്മൾ വ്യവഹാരം എന്ന് പറയുന്നു, അനൃതാനുഭവം എന്ന് പറയുന്നു. വാസ്തവത്തിൽ അത് സത്തയുടെ സ്ഫുരണം തന്നെ. സത്തയുടെ ഇത്തരത്തിലുള്ള ഈ സ്ഫുരണം, വ്യവഹാര രൂപത്തിലുള്ള ഈ സ്ഫുരണം, ഇതില്ലാതിരിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി. അവിടെ ഈ സ്ഫുരണമില്ല. അവിടെ അനിഷേധ്യമായ, നമുക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത നിരപേക്ഷമായ സത്ത മാത്രം. അപ്പോൾ അങ്ങനെ ജാഗ്രതത്തിൽ സത്തയുടെ ആ നിരപേക്ഷതയെ സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കും. അത് സുഷുപ്തിയിൽ എങ്ങനെയാണോ അത് നിരപേക്ഷമായിരിക്കുന്നത്, ജാഗ്രതത്തിലും അതാണ് പരമാർത്ഥം, സ്വപ്നത്തിലും അതാണ് പരമാർത്ഥം. സ്വപ്നത്തിലും സത്ത അങ്ങനെ നിരപേക്ഷമായിരിക്കുന്നു. അവിടെ വ്യവഹാരസ്ഫുരണം എന്ന് വെച്ചാൽ വ്യവഹാരാനുഭവം, സ്ഫുരണം എന്ന് വെച്ചാൽ അനുഭവം. ഈ വ്യവഹാരാനുഭവം കൂടാതിരിക്കുന്നു. ഇത് അവസ്ഥാത്രയ നിരൂപണത്തിൽ അവിടെ സുഷുപ്തിയെ ദൃഷ്ടാന്തമാക്കി ചിന്തിക്കുന്നു. സുഷുപ്തി പരമാർത്ഥമാണ്, പക്ഷെ ആ പരമാർത്ഥത്തെ ദൃഷ്ടാന്തമാക്കി ചിന്തിക്കുന്നു. ജാഗ്രതത്തിൽ അതേ പറ്റും, പരമാർത്ഥത്തിൽ ചിന്തയില്ലല്ലോ. അതുകൊണ്ട് അതിനെ ദൃഷ്ടാന്തമാക്കി ജാഗ്രത ചിന്തിക്കുന്നു. അതുപോലെ മറ്റൊരു ദൃഷ്ടാന്തമാണ് മണ്ണും പാത്രവും. അതിനെ അവലംബിച്ച് ചിന്തിക്കുന്നു. ആ ചിന്ത നമ്മുടെ ഈ പ്രപഞ്ച കാരണം ഈ സത്തയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ എന്താണ് ഭാഷ്യകാരൻ പറഞ്ഞത്? ഈ കാര്യങ്ങൾ, പാത്രവും മറ്റും, അത് ഇവിടെ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ അതിന്റെ വ്യവഹാരക്ഷമത എന്ന് പറയുന്നത്, അത് കേവലം ഒരു സ്ഫുരണമാണ്, ഒരു അഭിവ്യക്തിയാണ്. അതിനാണ് നമ്മൾ പറയുന്നത് അത് സത് അനുഭവമാണ് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നതിന്റെ താല്പര്യം. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചാനുഭവങ്ങളെല്ലാം സദനുഭവം. അതിനാണ് നമ്മൾ പറഞ്ഞ അഭിവ്യക്തി, അനുഭവ വിഷയമാകുക എന്നാണ്. അപ്പോൾ ഈ വസ്തുവിന്റെ അസ്തിത്വം ഇതിനെ ആശ്രയിച്ചിട്ടല്ല, സ്ഫുരണത്തെ ആശ്രയിച്ചിട്ടല്ല. ഒരു വസ്തുവിന്റെയും അതിന്റെ പരമാർത്ഥത നമ്മുടെ അനുഭവത്തെ ആശ്രയിച്ചിട്ടല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത സ്വപ്നങ്ങളിൽ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ട്. ജാഗ്രത സ്വപ്നങ്ങളിലുള്ള ഈ സത്തയുടെ സ്ഫുരണമാണ് ഈ പ്രപഞ്ചാനുഭവം. പക്ഷെ ആ സത്ത ഒരിക്കലും നമ്മുടെ ഈ അനുഭവത്തെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അതിന് ഉദാഹരണം സുഷുപ്തി. അവിടെ സത്തയുണ്ട്, ഈ അനുഭവമില്ല. ഈ അനുഭവത്തിലൂടെയാണ് നമ്മൾ ഈ സത്ത അറിയുന്നത്. ഇപ്പം ഈ ജാഗ്രത അനുഭവത്തിലൂടെ അങ്ങനെ അറിയുന്നെങ്കിലും ആ സത്ത ഈ അനുഭവത്തെ ആശ്രയിക്കുന്നില്ല. പക്ഷെ ഈ പാശ്ചാത്യരുടെ സത്താവാദവും അദ്വൈതിയുടെ സത്താവാദവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവർ ചർച്ച ചെയ്യുന്നത്
അനുഭവത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സത്തയെക്കുറിച്ചാണ് അവർ പറയുന്നത്. അവിടെയുണ്ട് സത്താവാദം എന്ന് പറയുന്നത്. അവർ പറയുന്ന അനുഭവത്തെ ആശ്രയിച്ച് ഒരു സത്ത നിൽപ്പുണ്ട്. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ നിരപേക്ഷമായൊരു സത്തയുണ്ട്. ആ സത്തയെ ആശ്രയിച്ചിട്ടാണ് ഈ അനുഭവം നിൽക്കുന്നത്. ആ സത്തയുടെ സ്ഫുരണം തന്നെയാണ് ജാഗ്രത അനുഭവം. സുഷുപ്തി ആ സ്ഫുരണരഹിതമായ കേവല സത്തയുടെ നിലനിൽപ്പാണ്. അവിടെ സുഷുപ്തിയെയും ജാഗ്രതത്തിനെയും കുറിച്ച് ചിന്തിക്കുന്ന പോലെയാണ് സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷവും ചിന്തിക്കുന്നു. കാരണം സൃഷ്ടി എങ്ങനെ ഉണ്ടായി, അതല്ല ഇവിടുത്തെ ചോദ്യം. നിങ്ങൾ പറയുന്നത് പരമാർത്ഥമായൊരു സത്തയാണ്, സത്തയുടെ സ്ഫുരണമാണ് ഈ ജാഗ്രത് അനുഭവം. അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടി ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ്. അതിന് സമാനം പറയുന്നത് എന്താണോ, ഇവിടെ വിശേഷിച്ചൊന്നും സംഭവിച്ചില്ല. സൃഷ്ടി എന്ന് പറയുന്ന ഒരു അഭിവ്യക്തി മാത്രമാണ്, കേവലം ഒരു സ്ഫുരണം മാത്രമാണ്. സൃഷ്ടി ഇവിടെ നിഷേധിക്കുന്നില്ല. നമ്മൾ സാറിന് ധരിച്ചിരിക്കുന്നത് പോലെ സൃഷ്ടി ഇവിടെ നിഷേധിക്കല്ല. സൃഷ്ടി എന്ന് പറയുന്നത് എന്താണെന്ന് പറയണം, അത് സ്ഫുരണമാണ്, സത്തയുടെ സ്ഫുരണമാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മണ്ണിനെയും പാത്രത്തെ എടുക്കും. മണ്ണിൽ പാത്രത്തെ ഉണ്ടാക്കിയെടുക്കുന്നു, കുലാൽ വളരെ പണിപ്പെട്ട ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ആ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ പ്രകടമാക്കുന്നത് അതെന്താണ്? അത് കേവലം ആ കാര്യത്തിന്റെ വസ്തുവിന്റെ അഭിവ്യക്തിയാണ്. എന്നുവെച്ചാൽ അത് അനുഭവത്തിന് വിഷയമാകുന്നു എന്നേ ഉള്ളൂ. അതെന്താ മണ്ണിൽ അത് സ്വയം അങ്ങ് അനുഭവത്തിന് വിഷയമാകുന്നില്ല. അവിടെ കുലാലന്റെ വ്യാപാരം ആവശ്യമാണ്, യത്നം ആവശ്യമാണ്, പ്രയത്നം ആവശ്യമാണ്. പ്രയത്നം കൊണ്ടത് ആ പ്രയത്നം കൊണ്ടേ അത് പ്രകടമാകത്തുള്ളൂ. പാത്രത്തെ സൃഷ്ടിക്കുന്ന ഒരാൾ, പാത്രത്തെ കാണുന്ന വേറൊരാൾ. ഞാനാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ഞാൻ തന്നെ കാണും. ഇവിടെ ഒരാളെ പറയുന്നു കുലാലൻ, ഒരാൾ വേറെയുണ്ട്, അയാളാണ് ഇത് ഉണ്ടാക്കുന്നതാണ്. കാരണം അതിന്റെ സാങ്കേതികത്വം അയാളുടെ കയ്യിലേ ഉള്ളൂ. മണ്ണെങ്ങനെ കുഴയ്ക്കണം, അതെങ്ങനെ ചക്രത്തിൽ അതിനെങ്ങനെ പിടിപ്പിക്കണം, അതുകൊണ്ട് എങ്ങനെ അത് ഉണ്ടാക്കിയിട്ടില്ല, ഈ കാര്യങ്ങളൊക്കെ അയാൾക്കേ അറിയാവൂ. ഞാൻ ദൃഷ്ടാവാണ്, എന്റെ ജോലി എന്താണ്? കേവലം അതിനെ ദർശിക്കുക. ഭൂരിഭാഗത്ത് സൃഷ്ടിപ്രക്രിയ നടക്കുന്നുണ്ട് കുലാലൻ. ഇവിടെ പറയും വ്യാപാരം, കുലാല വ്യാപാരം എന്ന് പറയും. ആ വ്യാപാരത്തിലൂടെ അവിടെ ഒരു വസ്തു പ്രകടമാകുന്നു, അഭിവ്യക്തി, അതിനെ ദ്രഷ്ടാവ് കാണുന്നു. അപ്പൊ എന്താണ് ഇവിടെ അഭിവ്യക്തമായത്? അവിടെ പുതുതായി എന്തെങ്കിലും, മുമ്പില്ലാതിരുന്ന എന്തെങ്കിലും അവിടെ പ്രകടമായോ? ഇല്ല എന്നാണ് സത്കാര്യവാദത്തിൽ പറയുന്നത്. മുമ്പുണ്ടായിരുന്നത് തന്നെ അവിടെ പ്രകടമായത്. അതിന് ഉദാഹരണം പറഞ്ഞു. എന്താണ്? ഇരട്ടിലിരിക്കുന്നു വസ്തുക്കൾ, വെളിച്ചം വരുമ്പോൾ അത് കാണുന്നു. എന്താ, ഇല്ലാതിരുന്നാണോ അവിടെ പ്രകാശിച്ചത്? എല്ലാം മുമ്പുണ്ടായിരുന്നതാണ്. അപ്പോൾ മണ്ണിൽ മുമ്പുണ്ടായിരുന്ന വസ്തു തന്നെയാണ്, സത്ത് തന്നെയാണ് പ്രകാശിക്കുന്നത്. സത്കാര്യം മുമ്പുണ്ടായിരുന്നാണെങ്കിൽ പിന്നെ എന്തിനത് പ്രകാശിക്കണം? എന്തിനതിനെ പ്രകാശിപ്പിക്കണം? കുലാലൻ. അവിടെ കുലാല വ്യാപാരത്തിന്റെ പ്രസക്തി എന്താണ്? അതാണ് നേരത്തെ പറഞ്ഞു, ഒന്ന് സത്ത, മറ്റൊന്ന് സത്തയുടെ സ്ഫുരണം. ആ സത്താസ്ഫുരണത്തെ നമ്മൾ ചിത്തം എന്ന് പറയും. സത്തയും അത് തന്നെയാണ്.
പക്ഷെ കേവലമായി അതിരിക്കുമ്പോൾ അവിടെ സ്ഫുരണമില്ല. അതാണ് സുഷുപ്തി. അവിടെ കേവലമായിരിക്കും. എന്താ സുഷുപ്തിയെ നമ്മളാരെങ്കിലും അറിഞ്ഞോ? ഞാൻ സുപ്തനായിരിക്കുന്നു എന്നാരെങ്കിലും അറിയുന്നുണ്ടോ? അവിടെ സ്ഫുരണമില്ല. അവിടെ സത്യജിത്ത് ഏകീഭവിച്ചിരിക്കുന്നു. എന്നാൽ ഒന്നുമില്ലാത്ത ശൂന്യം എന്ന് പറയാൻ വയ്യ. കാരണം വളരെ ദൃഢമായ അനുഭവമാണ് താൻ ഉറങ്ങിയെന്നുള്ളത്. നിഷേധിക്കാൻ വയ്യാത്ത അനുഭവമാണ്. അപ്പോൾ ആ സത്ത തന്നെ സ്ഫുരിക്കുന്നു, ജാഗ്രത. അപ്പോൾ അവിടെ സ്ഫുരിക്കുമ്പോൾ അവിടെ പുതുതായി എന്തെങ്കിലും വന്നോ? അവിടെ ഉണ്ടായിരുന്നാണല്ലോ സത്ത് ചിത്ത് ഏകമായിരുന്നതാണല്ലോ ഈ സ്ഫുരിച്ചത്. കൂടുതലായൊന്നും വന്നില്ലല്ലോ, വരാനൊന്നുമില്ലല്ലോ. അതുപോലെ ആ സത്തായിരുന്ന കാര്യം, പാത്രം, അത് വ്യവഹാരക്ഷമതയുള്ള പാത്രമായി സ്ഫുരിക്കുന്നു. അതിന് കുലാലന്റെ വ്യാപാരം ആവശ്യമാണ്. എന്നാൽ പിന്നെ എന്താ അതെപ്പോഴും അത് സ്ഫുരിക്കാത്തത്? ഇവിടെ അതാണ്. എന്തുകൊണ്ടതെപ്പോഴും സ്ഫുരിക്കുന്നില്ല? ചോദ്യം അസംബന്ധമാണ്. നിങ്ങളെന്തുകൊണ്ട് എപ്പോഴും സുഷുപ്തിയിലിരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്തുകൊണ്ട് ജാഗ്രതയിലിരിക്കുന്നില്ല എന്ന് ചോദിക്കും പോലെയാണ്. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്തിന്റെ തന്നെ സ്വഭാവമാണ് ഇങ്ങനെ മാറി മാറി സ്ഫുരിച്ചുകൊണ്ടിരിക്കുക. മണ്ണിന്റെ തന്നെ സ്വഭാവമാണ് അത് പാത്രമായും കലമായും ചട്ടിയായും എല്ലാം മാറിക്കൊണ്ടിരിക്കുക. പിണ്ഡമായും കപാലമായും എല്ലാം മാറുക. അത് അതിന്റെ സ്വഭാവമാണ്. അപ്പോൾ സത്തയുടെ സ്വഭാവമാണ് അത് സുഷുപ്തി, ജാഗ്രത, സ്വപ്നം, ഈ രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അവിടെ പിന്നെ എന്തിനെന്ന് ചോദിച്ചിട്ട് എന്ത് ലാഭം ഉണ്ടാകാനാണ്? ആ ചോദ്യത്തിൽ എന്തെങ്കിലും യുക്തിയുണ്ട്? ചോദ്യം ചോദിച്ചാൽ അത് യുക്തിയുക്തമായിരിക്കും. അതിന് യുക്തിയില്ല. അഗ്നി എന്തുകൊണ്ട് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് അതിന് ഇരുളായി ഇരുന്നുകൂടാ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അതിലർത്ഥമില്ല. അതുകൊണ്ട് എങ്ങനെയാണോ ഇതിങ്ങനെ മാറി മാറി രൂപാന്തരത്തെ പ്രാപിക്കുന്നത്, അതുകൊണ്ട് ഇത് അഭിവ്യക്തമാകുന്നു, അനഭിവ്യക്തമാകുന്നു. ചില സമയത്തത് പാത്രരൂപത്തിൽ പ്രകടമാകുന്നു, ചില സമയത്തിൽ അത് പിണ്ഡരൂപത്തിലിരിക്കുന്നു. ഇവിടെയാണ് മനനത്തിന്റെ യുക്തിയുടെ ആവശ്യം വരുന്നത്. ഏകരൂപത്തിലിരിക്കുന്ന ആ സത്ത് അത് തന്നെ കേവലം താനായിരുന്നു, പ്രപഞ്ചരൂപമായിരുന്നു, നാനാരൂപത്തിലിരിക്കുന്ന പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ മൃത്ത് പിണ്ഡമായിരിക്കുമ്പോൾ എന്തുകൊണ്ടത് പാത്രമായിരിക്കുന്നില്ല? പാത്രമായിരിക്കുമ്പോൾ എന്നുള്ളത് പിണ്ഡമായിരിക്കുന്നില്ല. അങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? അതിന് സമാധാനം പറഞ്ഞു, ഒന്ന് മറ്റൊന്നിന് തടസ്സമാണ്. അത് ഇതുപോലെയാണ്. നിങ്ങൾ ഈ ജാഗ്രതയിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് സുപ്തനായിരുന്നുകൂടാ? സുപ്തനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വപ്നത്തിലിരുന്നുകൂടാ എന്നൊക്കെ ചോദിക്കുന്നതിൽ വല്ല കഴമ്പുണ്ട്? ആനന്ദത്തെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങളും അസംബന്ധമാണ്. കാരണം അവിടെ ചോദ്യത്തിനൊന്നും പ്രസക്തി ഇല്ലാത്തത്. ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ചോദ്യം ശരിയാകും? ശരിയാകത്തില്ല. അനർത്ഥത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും എല്ലാം അനർത്ഥമാണ്. എന്നാലും ഒരു ചോദ്യം വരുമ്പോൾ അതിന് സമാനം പറയണമല്ലോ. അതുകൊണ്ട് പറയുന്നു, ശരി, ഇത് സദാ ഇതിങ്ങനെ അഭിവ്യക്തിയില്ല, പാത്രത്തിന്റെ അഭിവ്യക്തിയില്ല. ഇപ്പോൾ അത് പിണ്ഡമായിരിക്കും, പിന്നെ അത് ചൂർണമായിരിക്കുന്നു, വേറെ സമയത്ത് അത് കപാല ഓടായിരിക്കുന്നു. പല ഭാവത്തിലിരിക്കുമ്പോൾ അതതിന്റെ സ്വഭാവമായതുകൊണ്ട് അതിന് ഒരു രൂപത്തിലിരിക്കുന്നില്ല.
അവിടെ അതാണല്ലോ അനുഭവം. അവിടെ പിന്നെ മറ്റൊരു ചോദ്യത്തിന് കൊണ്ടെന്ത് നേടാനാണ്? അതുകൊണ്ട് അഭിവ്യക്തമാകുന്നു, തിരോഭവിക്കുന്നു, ഇതേ സംഭവിക്കുന്നുള്ളൂ. അതവിടെ ഉണ്ട്. എന്നാലും അവിടെ ചോദ്യം ചോദിക്കും, ശരി, നിങ്ങൾ പറയുന്നത് സമ്മതിച്ചു, മണ്ണിൽ എപ്പോഴും പാത്രമുണ്ട്, അവിടെ അഭിവ്യക്തി തിരോഭാവങ്ങളേ ഉള്ളൂ. പക്ഷെ മണ്ണുകൊണ്ട് വെള്ളം കോരാൻ പറ്റുന്നില്ലല്ലോ, പാത്രം കൊണ്ടല്ലേ പറ്റുന്നുള്ളൂ. അർത്ഥക്രിയാകാരിത്വം, പ്രയോജനക്ഷമത എന്ന് പറയും. ആ പാത്രത്തോട് ചേർന്ന് എപ്പോഴും അത് കാണുന്നുണ്ട്. പാത്രം ഉണ്ടായ ഉടൻ തന്നെ അതുകൊണ്ട് വെള്ളം കോരാം, പാകം ചെയ്യാം, പല കാര്യങ്ങളും അതുകൊണ്ട് നടക്കും. നിങ്ങളിവിടെ യുക്തി കൊണ്ട് സമർത്ഥിക്കുന്ന ഒരു പാത്രമുണ്ടല്ലോ, മണ്ണിൽ എപ്പോഴും ഉണ്ടെന്ന് പറയുന്ന പാത്രം. യുക്തി കൊണ്ട് സമർത്ഥിക്കുകയാണ് എപ്പോഴും അതുണ്ടായിരുന്നു, അത് അഭിവ്യക്തമായതേ ഉള്ളൂ, തിരോഭവിച്ചാൽ അതവിടെ ഉണ്ട്. ആ പാത്രം കൊണ്ട് പാകം നടക്കുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ പറയും അനുഭവ വിരോധം വരുന്നു നിങ്ങളുടെ യുക്തിക്ക്. പറയുന്നു അനുഭവ വിരോധത്തിന്റെ കാര്യമില്ല, അത് അംഗീകരിക്കുന്നുണ്ട്. മണ്ണിൽ എപ്പോഴും പാത്രമുണ്ട്, പക്ഷെ ആ പാത്രം കൊണ്ട് എപ്പോഴും പാകം നടക്കത്തില്ല. അനുഭവത്തിന് വിരുദ്ധമായൊരു കാര്യം ഇവിടെ പറയുന്നില്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ അനുഭവ വിരുദ്ധമായ കാര്യമല്ല. എപ്പോഴാണോ അത് അഭിവ്യക്തമാകുന്നത് അപ്പോൾ മാത്രമേ അതിന് പ്രയോജനക്ഷമതയുള്ളൂ, അപ്പോൾ മാത്രമേ അവിടെ പാകം സംഭവിക്കത്തുള്ളൂ. അത് അനുഭവമാണല്ലോ, അതിനെന്തിനും നിഷേധിക്കും. അതുകൊണ്ട് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഒന്നേ ഉള്ളൂ. അത് അഭിവ്യക്തമാകുമ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും നടത്താം. പാകം ചെയ്യാം, വെള്ളം കൊണ്ടുവരാം, വെള്ളം കുടിക്കാം, എല്ലാം ചെയ്യാം. അതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചാലും അവിടെ ഈ അനർത്ഥ പരമ്പരയിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നാലും ശരി, അത് മണ്ണല്ലാതെ ആകുന്നില്ലല്ലോ. അതാ ആ ഭാഗമാണ് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വെള്ളം കോരാൻ കഴിയുമോ കഴിയില്ല എന്നുള്ള കാര്യമില്ല, അതിവിടെ വിവാദ വിഷയമേ അല്ല. അഭിവ്യക്തമായ പാത്രം കൊണ്ടേ വെള്ളം കോരാൻ കഴിയൂ, അനഭിവ്യക്തമായത് പ്രയോജനക്ഷമമല്ല. ഇക്കാര്യത്തിൽ വിവാദമില്ലല്ലോ, മറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അത് അനഭിവ്യക്തമായ അവസ്ഥയിലും അതിന് വ്യവഹാരക്ഷമതയുണ്ടെന്ന് പറയുന്നില്ല. പറഞ്ഞാലേ അതിന് ചോദ്യം ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് അംഗീകരിക്കുന്നുണ്ട്. അഭിവ്യക്തി അനഭിവ്യക്തി എന്ന് പറയുന്ന രണ്ടവസ്ഥ. ഒരവസ്ഥയിൽ വ്യവഹാരക്ഷമതയുണ്ട്, മറ്റൊരവസ്ഥയിൽ അതില്ല. ആ വ്യത്യാസം അംഗീകരിക്കുന്നുണ്ട്. അതാണ് ദൃഷ്ടേ അനുപന്ന നാമ. പ്രത്യക്ഷ സിദ്ധമായ ഒരു കാര്യം അത് യുക്തിക്ക് വിരുദ്ധമല്ലെങ്കിൽ അതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മൃത് അത് ഏതവസ്ഥയിലും മൃത്ത് തന്നെയാണ്. അതിനെയാണ് ബോധിപ്പിക്കുന്നത്. വ്യവഹാരത്തെ ശാസ്ത്രം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് ജാഗ്രതാണെന്ന് ശാസ്ത്രം ബോധിപ്പിച്ചിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ അനുഭവമാണ് ഇത് ജാഗ്രതാണ്, ഇത് നടന്നിരിക്കുന്ന അനുഭവമാണ്. അത് ശാസ്ത്രം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിലെന്താണ് പരമാർത്ഥം, അത് ശാസ്ത്രം ബോധിപ്പിച്ചാൽ മനസ്സിലാവും. വ്യവഹാരക്ഷമമായിരിക്കുന്ന പാത്രത്തിലും പരമാർത്ഥമായിരിക്കുന്ന മൃത്താണ്. അതിനെന്തുകൊണ്ട് പിന്നെ സത്തെന്ന് പറഞ്ഞു? അത് അനഭിവ്യക്തമായിരുന്നപ്പോഴും അത് പ്രകാശിക്കാതിരുന്നപ്പോഴും അത് പ്രകാശിച്ചപ്പോഴും അവിടെ വസ്തുവിന് മാറ്റമല്ല, മൃത്ത് തന്നെ. അതുപോലെ ഇത് അനഭിവ്യക്തമായിരിക്കുമ്പോൾ സുഷുപ്തിയിൽ അവിടെ വ്യവഹാരമൊന്നുമില്ലല്ലോ, യാതൊരു തരത്തിലുള്ള വ്യവഹാരം അവിടെ. ഇത് അഭിവ്യക്തമാകുമ്പോഴും ജാഗ്രത സ്വപ്നങ്ങളിൽ സർവ്വവ്യവഹാരങ്ങളും ഇവിടെ നടക്കുന്നു.
അത് ആ കേവലമായ സത്ത് തന്നെ. ഇവിടെ എന്താണ് ജാഗ്രത സ്വപ്നങ്ങളിൽ ആ സത്ത് സ്ഫുരണം മുമ്പ് പറഞ്ഞതുപോലെ അവിടെ സച്ചിത് അനുഭവം ഇവിടെയുണ്ട്. കേവലമായ അവസ്ഥയിലോ അത് സത്തോ ചിത്തോ ഒന്നും വേർതിരിക്കാൻ വയ്യ. അവിടെ നമുക്ക് ആത്യന്തികമായി പറയാവുന്ന ഒരു വ്യവഹാരശൂന്യത, അത് തന്നെയാണ് മൃത്തിൽ. മൃത്തിൽ പാത്രം അനഭിവ്യക്തമായിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് പ്രകാശിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ അനുഭവത്തിന് വിഷയമല്ലാതിരിക്കുമ്പോൾ അവിടെ എന്താ ഉള്ളത്? കേവല വ്യവഹാരശൂന്യത. ഒരു തരത്തിലുള്ള വ്യവഹാരവും അവിടെ ഇല്ല. കേവലമായ അവസ്ഥ. ആ ദൃഷ്ടാന്തത്തിലൂടെ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത് ചർച്ച ചെയ്യുന്നു. അപ്പോൾ വ്യവഹാരത്തിൽ എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടല്ലെങ്കിൽ ഈ വ്യവഹാരം സംഭവിക്കുന്നു? അതിനാണ് പറഞ്ഞത് ഈ സത്യാനൃതങ്ങളുടെ മിഥുനീകരണം. സത്യാനൃതങ്ങൾ അവിടെ കൂടിക്കലർന്നിരിക്കുന്നു. അല്ലെ, മണ്ണുകൊണ്ട് സാധിക്കാത്ത കാര്യം പാത്രം കൊണ്ട് സാധിക്കുന്നു. ജലാഹരണം, വെള്ളം കൊണ്ടുവരും, അത് മണ്ണുകൊണ്ട് സാധ്യം. അത് പാത്രം കൊണ്ടേ സാധ്യമാവും. അപ്പൊ ഈ അഭിവ്യക്തി അത് ആണ് ഈ വ്യവഹാരത്തെല്ലാം ഉണ്ടാക്കുന്നത്. ജാഗ്രത സ്വപ്നങ്ങളിലും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, മൃത്തിലും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ വ്യവഹാരക്ഷമതയെ അദ്വൈതത്തിൽ നിഷേധിക്കുന്നില്ല. ഇത് മിഥ്യയാണെന്ന് പറയുന്നില്ല. ഇതുള്ളത് തന്നെയാണ്. ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട്. പ്രപഞ്ചാനുഭവം ഉള്ളതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ബന്ധമോക്ഷ വ്യവഹാരങ്ങൾ ഇതൊക്കെ ഉള്ളതാണ്. ഇതിനൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ ഇതിന് നിരപേക്ഷമായ ഒരു നിലയുണ്ടെന്ന് കാണിക്കുകയാണ്. മണ്ണിന് പാത്രമാകാതെയും നിൽക്കാം. അതുപോലെ ഈ സത്തിന് ഈ ചിത് സ്ഫുരണം കൂടാതെ അതിന് നിലനിൽക്കാം. അതിന് ദൃഷ്ടാന്തമായി എടുത്തു കാണിക്കുന്നു സുഷുപ്തി. മറ്റൊരു ദൃഷ്ടാന്തമായിട്ട് എടുത്തു കാണിക്കുന്നു മൃത്തിനെ. അതുകൊണ്ടാണ് അതിനെ സത്കാര്യം വാദം എന്ന് പറയുന്നത്. വാദം എന്ന് കേട്ടാൽ തന്നെ നമുക്ക്, വാദം എന്ന് വെച്ചാൽ ചർച്ച എന്നെയാണ്. മനനം എന്നാണ് അതിന്റെ അർത്ഥം. വാദം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലെ വാദമുണ്ട്. ആ സത്കാര്യ മനനം, സത്കാര്യവാദം എന്ന് വെച്ചാൽ സത്കാര്യ മനനം. അപ്പോൾ ബാഹ്യമായി വിഷയങ്ങളെ ആലംബിച്ച് മനനം ചെയ്തു കഴിഞ്ഞാലും എത്തിച്ചേരുന്ന ആ സത്തിന്റെ നിരപേക്ഷതയിലാണ്. അതാണ് ജാഗ്രത സ്വപ്നങ്ങളിൽ സുഷുപ്തിയിലെല്ലാം പ്രകാശിക്കുന്നത്. ബാഹ്യമായി നാമരൂപാത്മകമായ പ്രപഞ്ചത്തിലും അതുതന്നെയാണ് പ്രകാശിക്കുന്നത്. ഇത് ബോധ്യപ്പെടണം. സംശയാദികൾക്ക് ഇടം കൊടുക്കാതെ ബോധ്യപ്പെടണം. അതുകൊണ്ടല്ലേ സാറിന് പറയാറുള്ള എന്താണ് സത്യസാക്ഷാത്കാരം എന്നൊക്കെ സാറിന് പറയാറില്ല. ഈ സത്യസാക്ഷാത്കാരം എന്ന് വെച്ചു കഴിഞ്ഞാൽ വ്യാവഹാരികമായി ഇന്നതൊക്കെ സത്യമാണ്, ഇന്നതൊക്കെ അസത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നതല്ലാന്ന് നമുക്കറിയാമല്ലോ. ഈ സത്തിന്റെ, ഈ സത്കാര്യ മനനത്തിലൂടെയുള്ള ആ ബോധ്യപ്പെടണം. അതാണ് സത്യസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതാണ് പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നത്. അത് തന്നെയാണ് തന്റെ സ്വരൂപം.
ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ ഭാഷ്യകാരൻ പറയുന്ന സദാത്മേകത്വം വരും. സദാത്മേകത്വജ്ഞാനം എന്ന് പറയും. അത് ബോധിക്കുന്നതിന് വരുന്ന തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നതിന് ഈ മനനം എന്ന് പറയുന്ന പ്രക്രിയ അത് കൂടിയേ തീരും. അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പോകുന്നത്. കാരണം ഈ വിഷയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ നിരന്തരം ചർച്ച ചെയ്താലും വീണ്ടും ആൾക്കാർ ചോദിക്കും ഇതിന്റെ ആവശ്യം എന്താണ്. ഞങ്ങൾ ജപത്തിലും ധ്യാനത്തിലും ഒക്കെ സാധിക്കുന്ന കാര്യം ഇതുകൊണ്ട് സാധിക്കും. എന്ന് ചോദിക്കും. ഇവിടെ ചിലപ്പോൾ ജപത്തിലോ ധ്യാനത്തിലോ സാധിക്കുന്ന കാര്യമായിരിക്കില്ല ഇവിടെ സാധിക്കുന്നത്. കാരണം ഇവിടെ പറയുന്നത് ഭാഷ്യകാരൻ പറയുന്നത് സദാത്മേകത്വ ബോധത്തെക്കുറിച്ചാണ്. അത് ഒരു പക്ഷേ ചിലപ്പോൾ മറ്റൊരു ഉപായങ്ങൾ കൊണ്ട് സാധിച്ചില്ലെന്ന് വരും. ഒരു ഉപായവും കൂടാതെ സാധിച്ചെന്നും വരാം. അത് ചർച്ച ചെയ്യും. ഈ സദാത്മേകത്വ ബോധം, ആ ബോധത്തിന്റെ ഉത്പത്തി അതെന്തിനെയൊക്കെ ആശ്രയിക്കുന്നു എന്ന് നിശ്ചയിച്ച് പറയാൻ കഴിയില്ല. അത് പലതിനെ ആശ്രയിച്ചിട്ടുണ്ട്. എന്താ ഈ പറയുന്ന ഗഹനമായ ചർച്ച അല്ലെങ്കിൽ മനനം, അതിലൂടെ ആണോ എല്ലാവരും സത്യത്തെ സാക്ഷാത്കരിച്ചത് ലോകത്തിൽ എന്നൊക്കെ ചിലർ ചോദിക്കും. അതുകൊണ്ട് പറയുന്നു എന്റെ ഉത്പത്തിയെ സംബന്ധിച്ച് അത് എന്തിനെ ആശ്രയിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. പലതരത്തിൽ സംഭവിക്കാം. വിചാരം അതിന് കഴിയുമെന്നുള്ളവരെ സംബന്ധിച്ച് വിചാരം, മനനം. ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ശ്രുതിയെ അവലംബിക്കുന്നവർ ആണ് മനനം. സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി ഒരാൾ ശ്രുതിയെ ആശ്രയിക്കുകയാണെങ്കിൽ അവിടെ മനനം കൂടിയേ തീരും. ഇതിനൊന്നും ആശ്രയിക്കാതെ സംഭവിക്കാം. അത് മറ്റൊരു വിഷയം. ഇവിടെ അതങ്ങനെയാണ്. ഭാഷ്യകാരൻ ചർച്ച ചെയ്യുന്നത് ശ്രുതിയെ ആശ്രയിച്ചെങ്ങനെ ഈ തത്വത്തെ ബോധ്യപ്പെടും, ഈ തത്വത്തെ എങ്ങനെ ബോധ്യപ്പെടാം എന്നുള്ളതാണ്. അത് അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ മോക്ഷം കിട്ടും. അങ്ങനെയും ചോദിക്കുന്നവരുണ്ട്. ഈ പറയുന്ന തരത്തിൽ ഉപനിഷത്ത് വിചാരം ചെയ്ത് ശരി സത്താണ് സർവത്തിനും ആധാരമായിരിക്കുന്നത്, താനും അത് തന്നെയാണ്, സത്തയിലാണ് ഇതൊക്കെ പ്രകാശിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ഈ ബോധ്യപ്പെടൽ കൊണ്ടൊരാൾ മുക്തനാകും. വേറൊന്നും വേണ്ടേ, പിന്നെ ജപിക്കണ്ടേ, ധ്യാനിക്കണ്ടേ, പിന്നെ അമ്പലത്തിൽ പോണ്ടേ, പിന്നെ ഉപനിഷത്ത് വീണ്ടും മനനം ചെയ്യണ്ടേ എന്ന് ചോദിക്കും. ഈ ചോദ്യം ഇതാണ് പിന്നെ അവശേഷിക്കുന്ന ദോഷമെന്ന് പറയുന്നത്. ഈ മനനങ്ങളെല്ലാം സഹായിക്കുന്നത് ഈ ചോദ്യത്തിന്റെ നിരാകരണത്തിന് വേണ്ടിയായിരിക്കും. ആ ചോദ്യത്തെ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം ഇല്ലല്ലോ. അപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതാണ് അത് ഒരു തടസ്സമായി നിൽക്കുന്നു. അത് മാത്രം. ആ തടസ്സം കൂടെ മാറി കിട്ടിയാൽ മതി. സംശയാത്മാവായിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മനസ്സ് സംശയാത്മകമായിരിക്കുന്നു. അത് മാറുന്നതിനാണ്. അപ്പൊ മനനം കൊണ്ടത് സാധിക്കണം. ഈ സംശയവും മാറണം. ഇനി എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ അതും മാറണം.
അങ്ങനെ മനനം സംശയച്ഛേദ്യമാകണം, സംശയത്തെ ഛേദിക്കുന്നതാണ്. അങ്ങനെ ഒരു സംശയം മനസ്സിൽ വീണ്ടും ഉയരാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കാ പ്രശ്നം? ചോദ്യം നമ്മുടെ പക്കലില്ലെങ്കിൽ പിന്നെന്താ പ്രശ്നം? പിന്നെ സമാധാനം മാത്രമേ ഉള്ളൂ. ചോദ്യത്തിന്റെ സമാധാനമല്ല, ചോദ്യം ഇല്ലാതെയുള്ള സമാധാനം. ചോദ്യം ഇല്ലാതെ സമാധാനം വരാം. നമ്മൾ ചോദ്യം ചോദിച്ച സമാധാനം കണ്ടെത്തുകയാണ്. ചോദ്യം ചോദിച്ച സമാധാനം കണ്ടെത്താതെ ചോദ്യം ഇല്ലാതെ സമാധാനം വരാം. ചോദ്യമില്ലാത്ത സമാധാനം, അതിനാണ് പറയുന്നത് മുക്തി എന്ന് പറയുന്നത്. അവിടെ ചോദ്യമുണ്ട്, സമാധാനം മാത്രമേ ഉള്ളൂ. അതാണ് ഇതിന്റെ ഫലം, അതിന്റെ പ്രയോജനം. അങ്ങനെയാണ്. അതുകൊണ്ട് വീണ്ടും ഈ സത്കാര്യവാദം, ഇത്തരം വാദങ്ങൾ ഇതെവിടെ കൊണ്ടെത്തിക്കും എന്നുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ സത്കാര്യവാദത്തിൽ നമ്മളിവിടെ എത്തി നിൽക്കുന്നത് അഭിവ്യക്തിയെ സംബന്ധിച്ചാണ്. ഈ അഭിവ്യക്തി അത് രണ്ടിലും മനസ്സിലാക്കണം, ദൃഷ്ടാന്തത്തിനും ദാഷ്ടാന്തികത്തിനും. ദൃഷ്ടാന്തത്തിലെ അഭിവ്യക്തി എന്ന് പറയുമ്പോൾ പാത്രം പ്രകടമാകുന്നു. ദാഷ്ടാന്തികത്തിലെ അഭിവ്യക്തി എന്ന് പറയുന്നത് ഈ ജാഗ്രത സ്വപ്ന അനുഭവം. ഈ അഭിവ്യക്തി ഇത് എന്തുകൊണ്ട് സദാ സംഭവിക്കുന്നില്ല? അതാണ് ഒരു ചോദ്യം. എന്നുവെച്ചാൽ എന്തുകൊണ്ട് പാത്രം എപ്പോഴും കാണുന്നില്ല? അതിന് സമാനം പറഞ്ഞു, അത് മറ്റൊന്നവിടെ ഉണ്ട്, അത് തടസ്സമായിരിക്കുന്നു. അത് എപ്പോഴും ഉണ്ടോ? ഉണ്ട്. പാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടോ? പറയുന്നുണ്ട്. പാത്രം ഉണ്ടായിക്കഴിഞ്ഞാലും ഉണ്ട്, പാത്രം നശിച്ചാലോ അപ്പോഴും ഉണ്ട് പാത്രം. ഈ മൂന്നവസ്ഥയിലും മൂന്ന് കാലത്തിലും ഉണ്ട്. പാത്രം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ, പാത്രം ഉണ്ടായി നിൽക്കുന്ന അവസ്ഥ, പാത്രം നശിക്കും. മൂന്നവസ്ഥയിലും ഉണ്ട് പാത്രം. പിന്നെ എന്താ ഇതിങ്ങനെ? അത് അഭിവ്യക്തി തിരോഭാവം എന്നാണ് പേര് കൊടുത്തത്. അതുകൊണ്ട് എന്നുള്ളതിന് എന്തുകൊണ്ട് പറയുന്നു നാളെ കുലാലൻ പറയുകയാണ്, നാളെ ഇവിടെ ഞാൻ പാത്രത്തെ ഉണ്ടാക്കും എന്ന് പറയും. നിങ്ങൾ പറയുന്നു അപ്പോൾ നാളെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പറയുന്നു ഭാവിയെക്കുറിച്ചാണ്. എന്താ അതിനർത്ഥം പറയാൻ പറ്റുമോ? നാളെ ഇല്ലാന്ന്. ഇപ്പോൾ അതിന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുലാലൻ പറയുന്നത് എന്താണ്? നാളെ ഉണ്ടാകുമെന്നാണ്. ഇവിടെ ഭാഷ്യകാരൻ ചോദിക്കുന്നു, നാളെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നാളെ ഇല്ലെന്നാണോ എന്നർത്ഥം പറയാൻ പറ്റും? വ്യാഘാതം ഇവിടെ പറയും. അങ്ങനെ പറഞ്ഞാൽ അത് വ്യാഘാത ദോഷമാണ്. നാളെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാളെ അത് ഉണ്ടെന്ന് തന്നെയാണ്. അല്ല, ഇല്ല എന്നുള്ള അർത്ഥമല്ല. അപ്പോ ഇന്നല്ല, നാളെയും അതുണ്ട്. അതെന്നും ഉണ്ടായി. ഇതുപോലെ ഭൂതത്തെ സംബന്ധിച്ചു ഭൂതത്തിൽ നമ്മുടെ സാമാന്യ അനുഭവം എന്താണ്? ഇല്ലാതിരുന്നു, അതിനെ ഉണ്ടാക്കിയെന്ന്. ഇല്ലാതിരുന്നതിനെ പ്രകടമാക്കുകയോ ചെയ്തു. അപ്പൊ ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ശൂന്യത എന്നാണോ അതിൻ്റെ അർത്ഥം? സത് വിലക്ഷണമായ ശൂന്യത എന്നാണോ അർത്ഥം? അല്ല, അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അതിന് മുമ്പ് ദൃഷ്ടാന്തം പറഞ്ഞു, ശൂന്യതയിൽ നിന്ന് ആരും ഇവിടെ ഒന്നും സൃഷ്ടിക്കുന്നതായി കാണുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്നതിനെ അഭിവ്യക്തമാക്കി പ്രകടമാക്കി എന്നാണ്. അപ്പോൾ മൂന്ന് കാലങ്ങളിലും അതിന്റെ സത്തയെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മാത്രമേ അതിന് വ്യവഹാരക്ഷമതയുള്ളൂ. മുമ്പ് അതില്ലായിരുന്നില്ല. അത് അംഗീകരിക്കുന്നുണ്ട്. വ്യവഹാരക്ഷമമായ വസ്തു മുമ്പുണ്ടായിരുന്നില്ല, നശിച്ചാലും ഇല്ല. വ്യവഹാരക്ഷമമായത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ വസ്തു
മൂന്ന് കാലത്തിലും ഇതിനെ ആശ്രയിക്കാതെ തന്നെ നിലനിൽക്കുന്നു. ആ ഒരു ഭാവത്തിരോഭാവങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ വ്യത്യാസം. അതെങ്ങനെയാണ് ദൃഷ്ടാന്തത്തിൽ അതുപോലെ ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും മുമ്പ് അത് സ്ഥിതി ചെയ്തിരുന്നു. ഈ കാണുന്നതെല്ലാം തന്നെ അതിന് നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു സൂക്ഷ്മ രൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്നു, ഇന്ദ്രിയ വിഷയമല്ലാത്ത രൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ ജഗത്ത് ഇതെല്ലാം സൃഷ്ടിയിലുണ്ടായിരുന്നു എന്നും മറ്റും പറയുന്നതാണ്. നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത് മുമ്പുണ്ടായിരുന്നു. ജാഗ്രതയിൽ നമുക്ക് നിർവചിക്കത്തക്ക രൂപത്തിലുണ്ട്. സത്ത് അസത്ത് എന്നിങ്ങനെ നിർവചിക്കത്തക്ക രൂപത്തിൽ. വീണ്ടും അത് ഭാവിയിൽ അത് നിർവചിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് അപ്രകടമാകും, അപ്രത്യക്ഷമാകും. ഇത് കേവലം പ്രകടഭാവം മാത്രം. അത് മൂന്ന് കാലത്തിലുള്ള സത്തയ്ക്ക് ഈ പ്രകടഭാവം തെളിവാണ് എന്നാണ് ഭാഷ്യക്കാരനിവിടെ പറയുന്നത്. അതുതന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെയും സ്ഥിതി. സൃഷ്ടിക്ക് മുമ്പ്, സൃഷ്ടികാലത്ത്, സൃഷ്ടിക്ക് ശേഷം മൂന്ന് കാലത്തിലും ഇത് നിലനിൽക്കുന്നു. മുമ്പും പിമ്പും ഉള്ളത് അത് അനിർവചനീയമായി നിലനിൽക്കുന്നു. ഇവിടെ ജാഗ്രത ഈ അനുഭവകാലത്തിൽ അത് നിർവചനീയമായി നിലനിൽക്കുന്നു. ഇത് എവിടെ നിലനിൽക്കുന്നു? സത്തയിൽ ഇത് പ്രകാശിക്കുന്നു, സത്തയിൽ ഇത് തിരോഭവിക്കുന്നു. സത്തയിൽ പ്രകാശിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇത് സന്മയമായിരിക്കുന്നു. സത്തയിലെ പ്രകാശം എന്ന് നമ്മൾ പറയുന്നു, സത്തയുടെ അനുഭവം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിനെ തന്നെ ചിന്മയം എന്ന് പറയുന്നു. രണ്ടും ഒന്ന്. അത് സ്ഫുരിക്കുമ്പോൾ അനുഭവ വിഷയമാകുമ്പോൾ അതിനെ ചിന്മയം എന്ന് പറയും. അങ്ങനെ അല്ലാതിരിക്കുമ്പോൾ അതിനെ കേവല സത്തെന്ന് പറയുന്നു. അത് ചിന്മയമായിരിക്കുന്ന അവസ്ഥയിൽ അത് വ്യവഹാരക്ഷമമാണ്. അതിനെ വ്യവഹരിക്കുന്നു. കാണുകയും കേൾക്കുകയും ഉണക്കുകയും രുചിക്കുകയും എല്ലാം ചെയ്യും. കേവലം സദാത്മകമായിരിക്കുമ്പോൾ അവിടെ വ്യവഹാരമില്ല. അത് നമ്മൾ സുഷുപ്തി എന്ന് പറയുന്നു, മറ്റ് ജാഗ്രത സ്വപ്നങ്ങളെന്ന് പറയുന്നു. ഇത്തരത്തിൽ ആ സത്തയുടെ അനുസ്യൂതതയെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സത്താരിവാദം ചർച്ച ചെയ്യുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.